കുറ്റിപ്പുറം ബസ് അപകടത്തിൽ പരിക്കേറ്റ രോഗികളുമായി പോയ ആംബുലൻസ് ടോൾ പ്ലാസയിൽ കുടുങ്ങിയതായി പരാതി. കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളുമായി പോയ ആംബുലൻസാണ് ബ്ലോക്കിൽ കുടുങ്ങിയത്. ആദ്യമെത്തിയ ആംബുലൻസ് ഡ്രൈവർ വിവരം നൽകിയെങ്കിലും ആംബുലൻസുകൾ കടത്തിവിടാൻ സൗകര്യം നൽകിയില്ലെന്ന് ആക്ഷേപം. വെട്ടിച്ചിറ ടോൾ പ്ലാസയ്ക്കെതിരെയാണ് പരാതി. ഇവർ പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ സംസാരിക്കാനാണ് പറയണത്. ഇവർ ട്രാക്ക് ഒഴിവാക്കി തരുന്നത് ഈ ട്രാക്ക് ഒന്നല്ല, ഇത് ആംബുലൻസിന് കടന്നു പോകുന്ന ട്രാക്ക് എന്നാണ് ഇവർ ഈ പറയണത്. എന്നിട്ട് അവർ ട്രാക്ക് ആക്കണത് ഈ ട്രാക്ക്. ഏത് ടാങ്ക്? ഇവര് നമ്മള് NH-നോട് ചോദിക്കാനാണ് ഇവര് പറയുന്നത്. NH-നോട് ചോദിക്കാൻ, ഞങ്ങൾക്ക് ആംബുലൻസിനുള്ള ട്രാക്ക് NH-നോട് ചോദിക്കാൻ. മനസ്സിലായ? ഇവര് പറയണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസിൽ സംസാരിക്കാനാണ് പറയണത്. ഇവര് ട്രാക്ക് ഒഴിവാക്കി തരുന്നത് ഈ ട്രാക്ക് ഒന്നല്ല, ഇത് ആംബുലൻസിന്. ജംഷീർ കൊടിഞ്ഞ് വിശദാംശിക്കുന്ന ജംഷീർ, എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് അപകടം സംഭവിച്ച ഉടൻ ആദ്യം രക്ഷാപ്രവർത്തനം നടത്തി ഗുരുതരമായി പരിക്കേറ്റ ആളുകളുമായി കോട്ടക്കലിലേക്ക് പോയ ആംബുലൻസുകൾ വെട്ടിച്ചിറയിലെ ടോൾ പ്ലാസയിൽ കുടുങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നത്. ആദ്യം രോഗിയുമായി വന്ന ആംബുലൻസിന്റെ ഡ്രൈവർ ഈ ടോൾ പ്ലാസയിലെ ജീവനക്കാരോട് പറഞ്ഞിരുന്നു കുറ്റിപ്പുറത്ത് അപകടം സംഭവിച്ചിട്ടുണ്ട്, ഇനിയും ആംബുലൻസുകൾ വരും, ഒരു ട്രാക്ക് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ട്രാക്ക് ഒഴിവാക്കി തരാൻ അവർ സമ്മതിച്ചില്ല. അവിടെ വാഹനങ്ങൾ കയറി എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് സമയം അവിടെ രോഗികളുമായി വന്ന ആംബുലൻസ് കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ ആംബുലൻസുകൾക്ക്, വലിയ ആംബുലൻസുകൾക്ക് ഉൾപ്പെടെ കടന്നു പോകാൻ കഴിയുന്ന ട്രാക്ക് ഇല്ല എന്നുള്ളതാണ്. നിലവിൽ ഓട്ടോകൾക്കും ടൂ വീലറുകൾക്കും ആളുകൾക്കും നടന്നു പോകാൻ ഉപയോഗിക്കുന്ന ഒരു വഴി, അതാണ് ഇപ്പോൾ ആംബുലൻസുകൾക്ക് ട്രാക്കാക്കി നൽകുന്നത്. അതിലൂടെ ഗുരുതരമായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ച ആളുകളുമായി പോകാൻ കഴിയില്ല എന്നാണ് ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നത്. ചെറിയൊരു ഓട്ടോയ്ക്ക് പോകാനുള്ള ഒരു വഴി, ചെറിയ ആംബുലൻസുകൾ പോകും, വലിയ ആംബുലൻസുകൾ ഒരു പക്ഷേ അതിൽ കടത്തിവിടാനോ അല്ലെങ്കിൽ മാത്രമല്ല അവിടെ ഇന്റർലോക്ക് പതിച്ചതിൽ അപാകതയുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ കയറി ഇറങ്ങി വളരെ കുലുങ്ങിക്കൊണ്ടൊക്കെയാണ് പോകുന്നത്. അതിലൂടെ ഇത്തരത്തിൽ ഇഞ്ചുറി സംഭവിച്ചു, അതായത് ഗുരുതരമായ അപകടം സംഭവിച്ച ആളുകളുമായി പോകാൻ കഴിയില്ല. അതുകൊണ്ട് വലിയ ട്രാക്കുകളുടെ, വലിയ വാഹനങ്ങൾ പോകുന്ന ട്രാക്ക് ഒഴിവാക്കി തരണം, പിറകിൽ ആംബുലൻസുകൾ വരുന്നുണ്ട് എന്ന് കൃത്യമായി മുന്നിൽ പോയ ആംബുലൻസിന്റെ ഡ്രൈവർ ഇവരോട് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നിലെത്തിയ ആംബുലൻസുകൾ പക്ഷേ ഈ ഗതാഗതക്കുറിപ്പിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതോടെ ആ രോഗികൾ അല്പസമയം അവിടെ കുടുങ്ങിക്കിടന്നു. ഈ അപകടത്തിൽപ്പെട്ട രോഗികളുമായി ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസാണ് കുടുങ്ങിക്കിടന്നത്. എന്നാൽ ഇവരെ പിന്നീട് മറ്റുള്ളവർക്ക് ഇടപെട്ട ആംബുലൻസ് കടത്തിവിട്ടു. തിരിച്ച് ആംബുലൻസ് രോഗികളെ ആശുപത്രിയിലാക്കി തിരിച്ച് വന്ന് ടോൾ പ്ലാസ ജീവനക്കാരോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അത് NHA അധികൃതരോട് പറയണം, ഞങ്ങളോട് പറയണ്ട എന്ന രീതിയിലുള്ള മോശം പെരുമാറ്റം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർമാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആംബുലൻസ് ഡ്രൈവർമാരുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കവും അവർ നടത്തുന്നുണ്ട്. കാരണം ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ഗുരുതരമായി പരിക്കേറ്റ ആളുകളുമായി പൊന്നാനി ഉൾപ്പെടെയുള്ള, എടപ്പാൾ പൊന്നാനി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ, കുറ്റിപ്പുറം ഭാഗത്തു നിന്നൊക്കെ ഗുരുതരമായി പരിക്കേറ്റ ആളുകളുമായി എപ്പോഴും ഇങ്ങനെ കോട്ടക്കൽ ഭാഗത്തേക്കാണ് വരുന്നത്. കാരണം കോട്ടക്കലിലാണ് പ്രധാനപ്പെട്ട ആശുപത്രികൾ ഉള്ളത്. അങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ആംബുലൻസിന് പോകാൻ കൃത്യമായ ഒരു ട്രാക്ക് ഇവിടെ അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്.